ഇതെന്താണെന്ന് മനസ്സിലായോ? അതന്നെ നമ്മളുടെ അലോവേരയാണ് കേട്ടോ. ഇപ്പം നല്ല ചൂടല്ലേ, ചൂടത്ത് നമുക്ക് നന്നായിട്ട് മുടി കൊഴിയും കേട്ടോ. അപ്പം ഇതുപോലെ കറ്റാർവാഴയൊക്കെ വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തലയ്ക്ക് നല്ല തണുപ്പ് തരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറ്റാർവാഴ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കുഞ്ഞതായിട്ട് ഒരു പിടി കറിവേപ്പില എടുത്തിട്ട് അത് കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഉലുവയും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. ഞാനിവിടെ 800 വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാരഷൂട്ട് വെളിച്ചെണ്ണ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ കാര്യം എനിക്ക് പറയാൻ അറിയില്ല. നമുക്ക് ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നമ്മൾ ആട്ടിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വീട്ടിൽ തന്നെ ആട്ടിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് അതങ്ങനെ കിടന്നൊന്ന് തിളച്ചോട്ടെ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടെ കിട്ടിയിട്ടോ. അപ്പോൾ അതും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കറ്റാർവാഴ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് ചൂടായി ഒരു 10 മിനിറ്റ് തിളച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കറ്റാർവാഴ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് ഈ കറ്റാർവാഴൻ്റെയും ഉള്ളീൻ്റെയും ഒക്കെ കളറൊന്ന് മാറി വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇപ്പോൾ ഏകദേശം നമ്മളുടെ കറ്റാർവാഴൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. കറ്റാർവാഴയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് തലയിൽ താരനുള്ള ആളുകൾ മാത്രം ഉലുവ യൂസ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ഉലുവ ഇടേണ്ട ആവശ്യമില്ല. താരനുണ്ടെങ്കിൽ മാത്രം ഉലുവ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ കളറൊന്ന് ബ്രൗൺ കളറിലേക്ക് ആവുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു തിള, അതായത് ഈ കറ്റാർവാഴ ഇട്ടപ്പം മുതൽ ഈ വെള്ളം വീണ പോലെ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ആ ഒരു തിളയ്ക്കൊന്ന് മാറി ഈ ഒരു കറ്റാർവാഴയും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും ഒക്കെ ഒന്ന് ബ്രൗൺ കളറിലേക്ക് ആയി വരുന്ന വരെ ഈ ഒരു പരുവ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ. അതായത് നമ്മളിത് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിക്കാൻ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് വരും കേട്ടോ. അതായത് ഒരു ബ്രൗൺ കളറിലേക്ക് നമ്മളുടെ കറ്റാർവാഴയും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും ഒക്കെ ഒരു ബ്രൗൺ കളറിലേക്ക് ആവും. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ചൂട് അതിൽ തന്നെ നിൽക്കും കുറച്ച് സമയം. അപ്പോൾ ഇതൊന്നും കൂടെ മൂക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പരുവെത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാം അല്ലേ. ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ കാച്ചുന്ന ദിവസങ്ങളിലാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ഹോട്ട് ഓയിലൊക്കെ ചെയ്യുന്ന പോലെ കുറേ വെളിച്ചെണ്ണ തലയിൽ ഇടാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നേരെ തറവാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അച്ചമ്മനെ കൊണ്ടാണ് കേട്ടോ തലയിൽ എണ്ണ ഇടിപ്പിക്കുന്നത്. അപ്പോൾ അച്ചമ്മ നന്നായിട്ട് തലയിലൊക്കെ എണ്ണ വെച്ച് ഒരു ഇളം ചൂടിൽ എണ്ണ വെച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോഴത്തേക്കും ഇതാ നമ്മളുടെ ഈ ഒരു കറ്റാർവാഴയും കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ആ ഒരു പാത്രത്തിൽ കിടന്നിട്ട് അതൊന്നും കൂടി മൂക്കുന്ന്. അപ്പോൾ മൂത്തിട്ട് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ ഈ ചൂടുകാലത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അങ്ങനെ നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയും. പിന്നെ മുടി വളർന്ന് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതിയല്ലോ. എന്തായാലും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.